ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ, ബേസ്ഡ് ഓൺ ടു പ്രിൻസിപ്പിൾസ് അല്ലേ, ബേസ്ഡ് ഓൺ ടു പ്രിൻസിപ്പിൾസ് സ്ട്രക്ചർ ഓഫ് ഫോറിൻ ലാംഗ്വേജ് ഈസ് ബെസ്റ്റ് ലേൺ വെൻ കമ്പയർഡ് വിത്ത് ദ മദർ ടങ്. ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന സിസ്റ്റം തന്നെ എത്ര പറഞ്ഞാലും നമ്മൾ അതിൽ മാറ്റം വരുത്തൂല. അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, മലയാളം ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കും, പിന്നെ മലയാളം പറഞ്ഞു കൊടുക്കും. ഓൾമോസ്റ്റ് എല്ലാ സ്കൂളിൽ നിന്നല്ല, ചില സ്കൂളുകൾ ഇപ്പോൾ ആ രീതി ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഒരു സ്കൂൾ പഠിപ്പിച്ചത് ഒരു 2 മാസം. ആ 2 മാസം അവിടെ സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ പേര് ഇംഗ്ലീഷ് മീഡിയം, പക്ഷേ അവിടെ പഠിപ്പിക്കുന്നത് മൊത്തം മലയാളത്തിലാണ്. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട്, അതായത് ഇംഗ്ലീഷും മലയാളവും അതായത് ഒരു നമ്മൾ ഫോറിൻ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ എന്തെങ്ങനെ പഠിപ്പിക്കുക, അതിനെ മദർ ടങ്ങുമായിട്ട് കമ്പയർ ചെയ്ത് പഠിപ്പിക്കുന്നതാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് വിളിക്കുന്നത് കേട്ടോ. ഗ്രാമർ ഈസ് എ സോൾ ഓഫ് ലാംഗ്വേജ്. അവർ വിചാരിച്ചത് എന്തായിരുന്നു, ഗ്രാമർ ഈസ് ദി സോൾ ഓഫ് ലാംഗ്വേജ്. എംഫസൈസ് ഓൺ റീഡിങ് ആൻഡ് റൈറ്റിംഗ്, നോ അറ്റൻഷൻ ടു ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ആൻഡ് പ്രൊനൗൺസിയേഷൻ. അവർക്ക് എന്തിന് മാത്രമേ സ്ട്രെസ് ഉണ്ടായിരുന്നുള്ളൂ, എംഫസൈസ് ഓൺ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ദേ ഓൺലി എംഫസൈസ്ഡ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അതായത് കുട്ടി ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പോവുകയാണ്, അത് നോക്കുന്നു, അത് വായിക്കുന്നു, അത് വായിച്ചിട്ട് അതിൻ്റെ നേരെ ട്രാൻസ്ലേഷൻ എങ്ങനെ ഗ്രീക്കിലേക്ക് മാറും അല്ലെങ്കിൽ എങ്ങനെ ലാറ്റിനിൽ എഴുതും, ആ നേരെ ട്രാൻസ്ലേഷനെ കുട്ടി എഴുതുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് എന്ത് പഠനം എന്ന് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ആ സമയത്ത് കുട്ടികൾ പഠിച്ചിട്ടില്ല. അത്ര പഠിച്ചാൽ മതി. കാരണം they give emphasis on the reading and writing only. Okay, clear ആണോ? നോ അറ്റൻഷൻ ടു ലിസണിങ്, സ്പീക്കിംഗ് ആൻഡ് പ്രൊനൗൺസിയേഷൻ. ആ സമയത്ത് എന്തില്ല, സ്പീക്കിങ്ങിനോ അല്ലെങ്കിൽ ലിസണിങ്ങിനോ അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷനോ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ഇല്ല. ഓൺലി ഇമ്പോർട്ടൻ്റ് ഈസ് വാട്ട്, ട്രാൻസ്ലേറ്റിംഗ് ടു ലാംഗ്വേജ് അല്ലേ. അപ്പോൾ ഒരു ലാംഗ്വേജിൽ നിന്ന് വേറെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, ആ ഒരു കാര്യം മാത്രം എന്തുള്ളൂ ആ സമയത്ത് ഇവർ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. L1 ഈസ് യൂസ്ഡ് വൈൽ ടീച്ചിങ്. വാട്ട് ഇസ് L1 എന്താ, വാട്ട് ഇസ് L1? സബ്ജക്റ്റ് ലാംഗ്വേജ് അല്ല. വാട്ട് ഇസ് L1 എന്താ, ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2, 2 ലാംഗ്വേജ്. ലാംഗ്വേജ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർ ടങ്, ലാംഗ്വേജ് 2 എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ലാംഗ്വേജ്. ഓക്കെ. റോട്ട് ലേണിംഗ് ഓഫ് വൊക്കാബുലറി ആൻഡ് ഗ്രാമർ ഡിഡക്റ്റീവ്ലി. അതായത് എന്താ കുട്ടികൾ ഗ്രാമർ പഠിക്കുന്നത് എങ്ങനെയായിരുന്നു, വാട്ട് ഇസ് ഇൻഡക്റ്റീവ് മെത്തേഡ്, ഡിഡക്റ്റീവ് മെത്തേഡ് എന്താ, രണ്ട് മെത്തേഡ് നമ്മളെ മാറ്റം എന്താ, നമ്മൾ ബി എഡ് പഠിക്കുന്ന ആൾക്കാരാണല്ലോ. വാട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ, അതൊക്കെ അതിനെ കുറച്ചും കൂടി നമ്മൾ സിമ്പിളാക്കി പറയാമല്ലോ നമുക്ക്. ആ സാധനം ഉണ്ടും നമുക്ക് എപ്പോഴും സിമ്പിൾ എടുക്കുന്നതിൽ ഏറ്റവും നല്ലത്. ഞാൻ ഇതേപോലെ ഒരു 2 വർഷം മുമ്പ് ഞാൻ ബി എഡ് കുട്ടികളെ പഠിച്ചിട്ടുണ്ടായിരുന്നു പാലക്കാട് വെച്ചിട്ട്. ആ സമയത്ത് അവിടുന്ന് നമുക്ക് പഠിപ്പിക്കാൻ ഇൻഡക്റ്റീവ് മെത്തേഡ് പഠിപ്പിക്കാനുണ്ട് ഇംഗ്ലീഷ് ക്ലാസ്സിൽ. പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വിളിച്ച് പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സാമ്പിൾ ഞാൻ കാര്യം പറയാം. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുകയാണ്, പ്രസൻറ്റ് ടെൻസ് പഠിപ്പിക്കുകയാണ്. പ്രസൻറ്റ് ടെൻസ് പഠിപ്പിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്താ പഠിപ്പിച്ചു, സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് സബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണെന്ത് പ്രസൻറ്റ് ടെൻസ്. ഇത് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു, നമ്മളിത് ഒരു കുട്ടി ഒരു ആക്ഷൻ അതിന് മുന്നേ കൂടി ചോദിക്കട്ടെ, എന്താ പ്രസൻറ്റ് ടെൻസിൻ്റെ യൂസേജ്, വാട്ട് ഈസ് യൂസ് ചെയ്ത് പ്രസൻറ്റ് ടെൻസ് പറയോ. നിങ്ങളൊക്കെ ഡിഗ്രിയും PGയും കഴിഞ്ഞ ആൾക്കാരല്ല മക്കളെ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ അടുത്ത് ഞാനൊരു 3 മാസമോ 4 മാസം മുമ്പെങ്ങാണ്ട് ഞാൻ ഒരു കുട്ടി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, സ്കൂളിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാൻ ചോദിച്ചാൽ കുട്ടിയോട് ചോദിച്ചു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട് ഇസ് യൂസ് ഓഫ് പ്രസൻറ്റ് ടെൻസ്. ആ കുട്ടി പറഞ്ഞൊരു റിപ്ലൈ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പ്രസൻറ്റ് ടെൻസ് വെറും പ്രസൻറ്റ് അല്ല, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് കേട്ടോ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ചോദിച്ചു ഞാൻ. അപ്പോൾ കുട്ടി പറഞ്ഞ ഉത്തരവാണ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് ദി പ്രസൻറ്റ് ടൈം. അതാണോ അതിൻ്റെ യൂസേജ്? അതൊക്കെ അതിൻ്റെ സ്ട്രക്ചറാണ് ഞങ്ങൾ പറഞ്ഞത്. ഞാൻ ചോദിച്ചതല്ല, അതിൻ്റെ യൂസേജ്. ഓരോ ടെൻസിനും ഓരോ യൂസേജ് ഉണ്ടല്ലോ. ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ടൈമാണ്. നമ്മൾ ഓരോ ടൈമിനെ കാണിക്കാൻ വേണ്ടി പറയുന്ന സാധനം ടെൻസ്. അതിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഏത് ടൈപ്പ് സെൻറ്റൻസ് പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്? അതിന് കോമൺലി 2 യൂസ് മാത്രമേ ഉള്ളൂ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന്. എങ്ങനെ, അല്ല കറണ്ട് ആക്ഷൻസ് അല്ല. കറണ്ട് ആക്ഷൻ ഇപ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞ സാധനമല്ലേ, ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് പ്രസൻറ്റ് ടൈം അല്ലെങ്കിൽ കറണ്ട് ആക്ഷൻ.
അതല്ല സിമ്പിൾ പ്രസൻസിൻ്റെ യൂസേജ്. എന്താ പറയും? എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഹി ഗോസ് ടു സ്കൂൾ ബൈ ബസ്. അതിന് മീനിങ് എന്താ? ഹി ഗോസ് ടു സ്കൂൾ ബൈ ബസ്. അതിന് മീനിങ് എന്താ? പറയ്. ഹി ഗോസ് ടു സ്കൂൾ ബൈ ബസ്. അതിന് മീനിങ് എന്താ? അവൻ സ്കൂളിലേക്ക് പോകുന്നത് ബസ്സിലാണ്. അല്ല അവൻ സ്കൂളിലേക്ക് അവൻ ബസ്സിൽ സ്കൂളിൽ പോകുന്നു, അങ്ങനെ പറയാം അല്ലേ? അവൻ ബസ്സിൽ സ്കൂളിൽ പോകുന്നു. ആ അതന്നെ. അവിടെ പോട്ടെ, ബാക്കിയിട്ട് പോട്ടെ. ആ അതെ. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ എ ഡെയിലി ബേസിസ് ഓർ ഇൻ എ റൊട്ടീൻ. അതാണെന്ത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫസ്റ്റ് യൂസേജ്. ഇതിൻ്റെ മീനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ ഒരു ദിവസം മാത്രമല്ല അവൻ സ്കൂളിലേക്ക് ബസ്സിന് പോകുന്നത്, എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോലെ അങ്ങനെ തന്നെയാണ്, ബസ്സിന് തന്നെയാണ്. ഹി റൈറ്റ്സ് എ ലെറ്റർ. വാട്ട്സ് ദി മീനിങ്? ഹി റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫാദർ. ആ സെൻറ്റൻസിൽ ഹി റൈറ്റ്സ് എന്നാണെങ്കിൽ അതിന് വേറൊരു മീനിങ്ങും ഉണ്ട്. അതിൻ്റെ ലാസ്റ്റിൽ ഡെയിലി എന്നും കൂടി നമുക്ക് ചേർക്കാം. പക്ഷെ നമ്മൾ ചേർക്കാറില്ല. കാരണം വി നോ ദാറ്റ് ഹി ഓർ ഷീ റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫാദർ ഡെയിലി, അല്ലെങ്കിലും മന്ത്ലിയോ അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ വീക്കിലോ. അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കണം. എന്ത്? ഇറ്റ്സ് എ റൊട്ടീൻ ആയിരിക്കണം. അത് വിളിക്കുന്ന പേരെന്ത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അത് ഒരു യൂസേജും കൂടെ ഉണ്ട്. എന്താണ്? ടു എക്സ്പ്രസ് എ യൂണിവേഴ്സൽ ഫാക്ട് ഓർ യൂണിവേഴ്സൽ ട്രൂത്ത്. അതിന് മീനിങ് എന്താ? വാട്ട്സ് ദി മീനിങ് ഫോർ ദാറ്റ്? ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് ഇസ് എ യൂണിവേഴ്സൽ ട്രൂത്ത് ഓർ യൂണിവേഴ്സൽ ഫാക്ട്. എന്താ? സൺ റൈസസ് ഫ്രം ദ വെസ്റ്റ് ഓർ ഈസ്റ്റ്. ദ ഐസ് ബോയിൽസ് ഐസ് മെൽസ് ഇറ്റ് 0 സെൽഷ്യസ്. ദ വാട്ടർ ബോയിൽസ് അറ്റ് 100 സെൽഷ്യസ്. അങ്ങനെ ഓരോ യൂണിവേഴ്സൽ ട്രൂത്തുകൾ പറയുമ്പോൾ ഉപയോഗിക്കാറുണ്ട്, ഈ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാറുണ്ട്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മളിത് പറയാൻ ഉപയോഗിക്കുന്നത്. ഒരു സംഭവം നടക്കുന്നത് ഉപയോഗിക്കുന്നത് കേട്ടോ, അല്ലാണ്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ല. മാറി പറയാതെ. കാരണം കുട്ടികൾ ചോദിക്കുമ്പോൾ ഒരിക്കലും തെറ്റ് പറഞ്ഞു കൊടുക്കരുത്. മക്കൾക്ക് തെറ്റ് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കുട്ടികൾ പഠിച്ചിട്ട് പോവുക. അത് വീട്ടിലെത്തിയിട്ട് അവരെന്ത് ചെയ്യും? മകൾ പറഞ്ഞു കൊടുക്കും. മേ ബി ഒരു നല്ലൊരു അറിവുള്ള ടീച്ചറൊക്കെ ആണെങ്കിൽ അവരെന്ത് പറയും? അങ്ങനെ എല്ലാം മോളെന്ന് പറയുമ്പോൾ ആ മോള് തിരുത്തും. എൻ്റെ ടീച്ചർ പറഞ്ഞാൽ അങ്ങനെയാണ്, അതുകൊണ്ട് ഞാനിതേ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെന്ത് ചെയ്യും? തിരുത്താൻ നിൽക്കും. അപ്പോൾ അതിനുള്ള ഇടവരുത്തരുത് കേട്ടോ. അവർ റോട്ട് ലേണിംഗ് ഓഫ് വൊക്കാബുലറി ആൻഡ് ഗ്രാമർ ഡിഡക്റ്റീവ്ലി. ഇവിടെ പഠിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു തന്നതല്ലല്ലോ ഇൻഡക്റ്റീവ് മെത്തേഡ്, ഡിഡക്റ്റീവ് മെത്തേഡും. ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യം എന്ത് പഠിപ്പിക്കും? നമ്മൾ മറ്റേ റൂള് പഠിപ്പിക്കും അല്ലേ? ആദ്യം സബ്ജക്റ്റ് പ്ലസ് വെർബുള്ള സബ്ജക്റ്റാണ് ഒരു സെൻറ്റൻസിൽ വേണ്ടത്. അത് ഇന്ന സ്ഥലത്തൊക്കെ ഉപയോഗിക്കുന്നു, അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൽ എക്സാമ്പിൾസ് കൊടുക്കും. നേരെ മറിച്ച് ഇൻഡക്റ്റീവ് മെത്തേഡിൽ എന്താണ്? അതിന് എക്സാമ്പിൾസ് ആദ്യം കൊടുക്കും നമ്മൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? റൂളിലേക്ക് വരും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻഡക്റ്റീവ് മെത്തേഡ് കേട്ടോ. ക്ലിയർ അല്ലേ? സോ റോട്ട് ലേണിംഗ് ഓഫ് വൊക്കാബുലറി ആൻഡ് ഗ്രാമർ ഡിഡക്റ്റീവ്ലി. അതായത് കുട്ടികൾ എന്തായിരുന്നു? ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു മെത്തേഡിൽ കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ ആദ്യം പറയും ഞാൻ പോകുന്നു. അത് ഞാൻ എന്ന് പറഞ്ഞതിന് ഐ ആം പോകുന്നു, ഐ ആം ഗോയിങ്. അങ്ങനെ ആ ഒരു റോട്ട് ലേണിംഗ്, ഗ്രാമറിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ റോട്ട് ലേണിംഗ് ആയിട്ട് പഠിക്കുകയാണ് കുട്ടികൾ അതിലൂടെ ചെയ്യുന്നത് കേട്ടോ. ഓർത്ത് വെക്കാം. മീനിങ് ഓഫ് ന്യൂ വേർഡ്സ് ത്രൂ ബൈലിംഗ്വൽ ടെസ്റ്റ്. എങ്ങനെയാണ് മീനിങ്സ് പഠിക്കുന്നത്? വാങ്ങി കൊടുക്കുന്നുണ്ട്, ഒന്ന് കഴിഞ്ഞിട്ട് കേട്ടോ.
ഓക്കെ, അപ്പോൾ മീനിങ് ഓഫ് ന്യൂ വേർഡ്സ് ത്രൂ ബൈലിംഗ്വൽ ടെസ്റ്റ്. ഇതിൻ്റെ മീനിങ് എന്താ? ബൈലിംഗ്വൽ ടെസ്റ്റ് കുട്ടികളെങ്ങനെ വേർഡ് മീനിങ് പഠിക്കുന്നതിനാ? കുട്ടികളെങ്ങനെ നമുക്ക് മീനിങ് പഠിക്കുന്നത്? അതായത് ടീച്ചർ ചോദിക്കും വാട്ട് ഈസ് ദ മീനിങ് ഓഫ് വാട്ട് എലഫൻറ്റ്, അപ്പോൾ കുട്ടി പറയും ആന. സോ അങ്ങനെ ബൈലിംഗ്വൽ ടെസ്റ്റ്, അതായത് 2 ലാംഗ്വേജിലുള്ള മീനിങ് അങ്ങോട്ടും പറഞ്ഞിട്ടാണ് ടെസ്റ്റ് നടത്തുന്നത് ഇൻ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഗ്രാമർ ഡ്രിൽസ് ആൻഡ് മീൻസ് ട്രാൻസ്ലേഷൻ ഫ്രം L1 to L2, അതായത് അവരുടെ മദർ ടങ്ങിൽ നിന്നും ട്രാൻസ്ലേറ്റ് ലാംഗ്വേജിലേക്കുള്ള ട്രാൻസ്ലേഷൻസ് ആണ് ഇതിൽ കാര്യമായിട്ട് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അതും ഓർത്ത് വെക്കാം. ഫോം ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഫംഗ്ഷൻ. എന്താ ഫോമും ഫംഗ്ഷനും മാറ്റം എന്താ? വാട്ട്സ് ഫംഗ്ഷൻ എന്താ? വാട്ട്സ് ഫംഗ്ഷൻ ഓഫ് എ ലാംഗ്വേജ്? എന്താ മക്കളെ ഫംഗ്ഷൻ ലാംഗ്വേജിൻ്റെ? എന്താണ് ഫംഗ്ഷൻ ഓഫ് എ ലാംഗ്വേജ്? കമ്മ്യൂണിക്കേഷൻ അല്ലേ? Communication is a function of every language. Okay. So, what is the form, structure of a language? So, in grammar translation method, form is important than function. അതായത് ഇവിടെ ഒരു ഫംഗ്ഷൻ അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഒരു ഫോമിനാണ്. വൈ? അവർക്ക് ലാംഗ്വേജ് സംസാരിക്കാനല്ല അവർക്ക് ആവശ്യം. ആ സമയത്ത് അവർക്ക് എഴുതാനും വായിക്കാനും ആയിരുന്നു അവർക്ക് ഈ ടാർഗറ്റ് ലാംഗ്വേജ്, ഫോറിൻ ലാംഗ്വേജ് ആവശ്യം കേട്ടോ. ഇവാലുവേഷൻ ബേസ്ഡ് ഓൺ ട്രാൻസ്ലേഷൻ ഓഫ് ടെക്സ്റ്റ്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഈസ് ആസ് ഓൺലി ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ. കോൺസ്റ്റൻറ്റ് റിവ്യൂ ഓഫ് ടാർഗറ്റ് ലാംഗ്വേജ്. ഒന്ന് പറയണ്ടല്ലോ, നമുക്ക് അറിയുന്നല്ലേ. പിന്നെ സിലബസ് സ്ട്രക്ചറൽ സിലബസ് ആയിരിക്കും. ഒരു സ്ട്രക്ചർ ഉണ്ടാവും, ആദ്യം പഠിക്കണം, പിന്നെ അടുത്ത് പഠിക്കണം. അങ്ങനെ സ്ട്രക്ചറൽ സിലബസ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ടീച്ചർ റോൾസ് സോൾ അതോറിറ്റി ഇൻ ദ ക്ലാസ് റൂം. ടീച്ചർക്കാണ് ഏറ്റവും കൂടുതൽ റോള് വരുന്നത്, അതല്ല കുട്ടികൾക്കല്ല. അടുത്ത് ലേണർ റോൾസ് പാസീവ് റിസീവേഴ്സ് ഓഫ് നോളജ്. അപ്പോൾ ലേണർ റോൾ എന്തായിരുന്നു? ജസ്റ്റ് നോളജ് റിസീവ് ചെയ്യാന്നുള്ള മാത്രമേ ജോലി, വേറൊന്നും അതിനപ്പുറത്തേക്കൊന്നും ഇവർക്കൊന്നും ചെയ്യാനില്ല ആർക്ക് ലേണേഴ്സിന് കേട്ടോ. Then techniques and procedure, presentation of a grammatical rule, then list of vocabulary, finally translation exercise from selected text. അതെന്ത് കൊടുക്കും? പ്രസൻറ്റേഷൻ ഓഫ് ഗ്രാമാറ്റിക്കൽ റൂൾ. ആദ്യം മുതൽ റൂൾ പ്രസൻറ്റ് ചെയ്യും, ദെൻ ആ വൊക്കാബുലറി ലിസ്റ്റ് കൊടുക്കും, ദെൻ ഫൈനലി ട്രാൻസ്ലേഷൻ എക്സസൈസ് ഫ്രം സെലക്ട് ടെക്സ്റ്റ് ട്രാൻസ്ലേഷൻ നടത്തുകയും ചെയ്യും. റീഡിംഗ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് എബൌട്ട് ദ ടെക്സ്റ്റ് ഉണ്ടാവും. ഐഡൻറ്റിഫൈങ് ആൻറ്റോണിംസ് ആൻഡ് സിനോണിംസ് ഫ്രം ദ ടെക്സ്റ്റ് ഉണ്ടാവും. മെമ്മറൈസിങ് വൊക്കാബുലറി സെലക്റ്റഡ് ഫ്രം ദി റീഡിംഗ് ടെക്സ്റ്റ് ഉണ്ടാവും. ഫോമിംഗ് സെൻറ്റൻസസ് വിത്ത് ന്യൂ വേർഡ്സ് ഉണ്ടാവും. പ്രാക്ടീസിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് എക്സസൈസ് ഉണ്ടാവും. റൈറ്റിംഗ് കോമ്പോസിഷൻ ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് അത് കൊടുക്കുന്ന പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ് അല്ലെങ്കിൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് വെക്കാം, മറന്നു പോകരുത്. ദെൻ മെറിറ്റ് ഓഫ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. എന്തൊക്കെ അതിന് മെറിറ്റുകൾ? യൂസ് ഓഫ് L1 മേക്സ് ലേണിംഗ് ഈസി ആൻഡ് ടൈം സേവിങ്. അതിന് മീനിങ് എന്താ? ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പം ചെയ്തേക്കാം. വെറും ഫുൾ ടൈം ക്ലാസ് ഇംഗ്ലീഷിലാണോ അതോ മലയാളവും ഇംഗ്ലീഷും മിക്സ് ചെയ്ത ക്ലാസ് നമുക്ക് കുറച്ചും കൂടി ഇഷ്ടം? ഏതാ നമുക്ക് ഇഷ്ടം ക്ലാസ്? മിക്സ്ഡ് അല്ലേ? കാരണം എന്താ? നമുക്കത് എന്ത് ചെയ്യാം, പെട്ടെന്ന് മനസ്സിലാക്കാനും നമ്മൾ ടൈം സേവ് ചെയ്യാനും നമ്മളും കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഈ മെത്തേഡ് കുറച്ചും കൂടി നല്ലതെന്ന് പറയാനുള്ള കാരണം. ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ടു ദ ലേണർ. ലേണർ എന്ത് ചെയ്യും, ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും, ബിക്കോസ് ഇറ്റ് ഈസ് ത്രൂ ദി മദർ ടങ് ആയതുകൊണ്ട്. ദ മാക്സിംസ് ഓഫ് ടീച്ചിങ് നോൺ ടു അൺനോൺ. മാക്സിംസ് ഓഫ് ടീച്ചിങ് പഠിക്കുന്നത് നോൺ അറിയുന്നതും അറിയാത്ത ആ ഒരു നമ്മുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നവർ. വൊക്കാബുലറി ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. യൂസ്ഫുൾ ഇൻ ലാർജ് ഹെട്രോജിനസ് ക്ലാസ്. ഇവിടെ വലിയ ക്ലാസ്സിൽ എന്താണത് പോസിബിൾ ആണ്. ഡെവലപ്പ് സ്റ്റാർട്ട് ആൻഡ് സ്കിൽ ഓഫ് ട്രാൻസ്ലേഷൻ. ഈസി ടു എക്സ്പ്ലെയിൻ അബ്സ്ട്രാക്റ്റ് വേർഡ്സ് ആൻഡ് കോൺസെപ്റ്റ്സ്. എന്താണ് അബ്സ്ട്രാക്റ്റ് വേർഡും കോൺസെപ്റ്റ് പഠിക്കാൻ ഈസിയാണ്. ഡിമെറിറ്റ്സ് ഓഫ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഡസ് നോട്ട് ഇംപ്രൂവ് ദ ഓറൽ ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ്. എന്ത് കുട്ടികൾ ഇമ്പ്രൂവ് ചെയ്യില്ല? ഓറൽ ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികളുടെ സംസാരിക്കാനുള്ള കഴിവ് എന്തെങ്കിലും ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യില്ല. ടെഡിയസ് ആൻഡ് അൺഇൻട്രസ്റ്റിംഗ്. കുട്ടികൾക്ക് ഭയങ്കര ഇതായിരിക്കും, ബോറിംഗ് ആയിരിക്കും, അൺഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നോ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. കുട്ടികൾ എന്തില്ല, റിയൽ ലൈഫുമായിട്ടൊരു എൻഗേജ്മെൻ്റ് ഒന്നും കുട്ടികൾക്ക് വരുന്നില്ല. സ്പീക്കിംഗ്, ലിസണിങ് ആൻഡ് പ്രൊനൗൺസിയേഷൻ ഇഗ്നോർഡ്. ഇതൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്ന. ഇതിനൊന്നും അവരെന്തില്ല, ഒരു ഇത് കൊടുക്കുന്നില്ല, ഒരു മറ്റേ എന്ത് കൊടുക്കുന്നില്ല, ഫോക്കസ് കൊടുക്കുന്നില്ല. മെയിൻ ഫോക്കസ് ഓൺ മദർ ടങ് ആൻഡ് ടാർഗറ്റ് ലാംഗ്വേജ് റിമെയിൻസ് ഇഗ്നോർഡ്. അത് കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രയോറിറ്റി ഏതാണ്? മദർ ടങ്ങിന് മാത്രം. കാരണം മദർ ടങ് വെച്ച് ഇവർ പഠിപ്പിക്കുന്നത്, ട്രാൻസ്ലേറ്റ് പഠിപ്പിക്കുന്നത്. ടാർഗറ്റ് ലാംഗ്വേജ് റിമെയിൻസ് ഇഗ്നോർഡ്. ടാർഗറ്റ് ലാംഗ്വേജ് അപ്പോഴും എന്ത് ചെയ്യാണ്, അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷേ ദെയർ നീഡ് ഈസ് ടു ലേൺ ടാർഗറ്റ് ലാംഗ്വേജ്. ഓവർ എംഫസൈസ് അക്യുറസി ടു ഫ്ലുവൻസി. അവർ കൊടുക്കുന്നത് എന്താണ്, അക്യുറസിയേക്കാൾ. വാട്ട്സ് അക്യുറസി ഓഫ് ഫ്ലുവൻസി? വാട്ട്സ് ദ മീനിങ് ഓഫ് അക്യുറസി ഇൻ ഫ്ലുവൻസി? അതുകൊണ്ട് നമ്മൾ മാറ്റം എന്താ? അക്യുറസി ഫ്ലുവൻസി നമ്മൾ മാറ്റം എന്താ? കൃത്യത ഉണ്ടാവും. ഫ്ലുവൻസി പറഞ്ഞാലോ കൃത്യത അല്ല. ഫ്ലുവൻസി പറഞ്ഞാൽ നമ്മുടെ സംസാരത്തിലുള്ള സംഭവം അല്ലേ.
അപ്പോൾ ഓവർ എംഫസൈസ് അക്വസി ഫ്ലുവൻ ഇവർ അക്യുറേറ്റ് ചെയ്യണം ഇവർക്ക് എപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എപ്പോഴും അക്യുറേറ്റ് ചെയ്യണം ഇവർക്ക് ഫ്ലുവൻസിൽ അവർക്ക് ഇമ്പോർട്ടൻറ്റ് അത് പറയുന്നതല്ല അവർക്ക് ഇമ്പോർട്ടൻറ്റ് ഇവർ എങ്ങനെ സാധനം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു അത് മാത്രം അവർക്ക് ഇമ്പോർട്ടൻസ് അത് മാത്രമേ നോക്കുന്നുള്ളൂ. ടീച്ചർ സെൻറ്റേഡ് മെത്തേഡാണ് നമുക്കറിയാം. ടീച്ചർ സെൻറ്റേഡ് മെത്തേഡാണ്. അടുത്തതിന് പറ്റിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, വേഗം ചെയ്ത് നോക്കാം. വിച്ച് ഓഫ് ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ ഓഫ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. അതൊക്കെ പെട്ടെന്ന് ചെയ്ത് നോക്കാം. ടൈമില്ല, നമുക്ക് ടൈം വളരെ കുറവാണ്. എംഫസൈസ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആണോ, കൺസിഡേഴ്സ് ഗ്രാമർ ആസ് എ സോൾ ഓഫ് ലാംഗ്വേജ് ആണോ, എംഫസൈസ് ഫ്ലുവൻസ് അക്രോസി ആണോ, ടെക്സ്റ്റ് ബുക്ക് ഈസ് ദി ഓൺലി ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ ആണോ, ഏതാ? ഡിയോ? ക്വസ്റ്റ്യൻ വരയ്ക്ക് വായിച്ചിട്ട് മക്കളെ. സി അല്ലേ ആൻസർ വരിക. എംഫസൈസ് ഫ്ലുവൻസി ടു അക്യുറസി അല്ല, എംഫസൈസ് അക്യുറസി ടു ഫ്ലുവൻസി ആണ് കേട്ടോ, മറന്നു പോകണ്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് സ്ട്രെസ്സസ് ഓൺ അക്യുറസി, ഫ്ലുവൻസി, അപ്രോപ്രിയേറ്റ്നെസ്, ലിസണിംഗ് സ്കില്ല്. ഏനാ? സിയോ? ഏത് സി? ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് സ്ട്രെസ് അക്യുറസി കൊടുക്കുന്ന, ഫ്ലുവൻസി കൊടുക്കുന്നുണ്ടോ? പക്ഷേ അപ്രോപ്രിയേറ്റ്നെസ് എന്താ? ശരിയായ കാര്യം അവതരിപ്പിക്കുക അപ്രോപ്രിയേറ്റ്സ് എന്ന് പറഞ്ഞാൽ. ആൻസർ ചെയ്യാൻ കേട്ടോ. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എംഫസൈസ് ലിസണിംഗ് ആൻഡ് സ്പീക്കിംഗ്, pay no attention to reading and writing, has its important major focus on reading and writing, emphasize reading and listening. വേഗം പറഞ്ഞൂടി, സമയം വേസ്റ്റ് ആയി. ബി ആണ്. ഓക്കെ. എന്താ ഏത് ഡിയോ? എങ്ങനെ ബി ആവുന്നത്? അവിടെ റീഡിങ് റൈറ്റിംഗ് അറ്റൻഷൻ കൊടുക്കുന്നില്ലേ അവര്? ക്വസ്റ്റ്യൻ കറക്റ്റ് വായിച്ചു നോക്കുക. അതിന് ആൻസർ പറയാം കേട്ടോ. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ഓപ്ഷൻസ് ആണ്. അതിൻ്റെ മീനിങ് എന്താ? അതിൻ്റെ സംഭവങ്ങൾ എംഫസൈസ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് അല്ല. കാരണം ബിക്കോസ് ദേ ആർ ഗിവിംഗ് അറ്റൻഷൻ ടു റീഡിങ് ആൻഡ് റൈറ്റിംഗ്. സി ആൻസർ വരുന്നത് കേട്ടോ. ആൻസർ സി ആണ്. ആദ്യം ക്വസ്റ്റ്യൻ വരെയൊക്കെ കറക്റ്റ് വായിച്ചു വന്നിട്ട് ആൻസർ പറയാൻ പാടുള്ളൂ കേട്ടോ. അല്ല വെറുതെ ആൻസർ വിളിച്ച് പറയരുത്. കാരണം അത് അങ്ങനെ ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്തുള്ള ശീലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകരിക്കില്ല. കാരണം അത് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വാങ്ങിത്തരുള്ളൂ. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഇസ് ബേസിക്കലി യൂസ്ഡ് ടു ടീച്ച് ഗ്രാമർ, ഫോറിൻ ലാംഗ്വേജ്, റൂൾസ് ഓഫ് എനി ലാംഗ്വേജ് യൂസേജ്, ക്ലാസിക്കൽ ലാംഗ്വേജ്. ഗ്രാമർ ആണോ? അതിൻ്റെ മെയിൻ യൂസ് ഗ്രാമർ ആണോ? ഞാൻ ആദ്യം കൂടെ പറഞ്ഞു, ക്ലാസ്സിന് ഫസ്റ്റിൽ ഞാൻ പറഞ്ഞു. ഫോറിൻ ലാംഗ്വേജ് ആണോ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലാസിക്കൽ ലാംഗ്വേജ് പഠിപ്പിക്കാനല്ല മക്കളെ ഈ സാധനം കൊണ്ടുവന്നത് തന്നെ. അപ്പം കൂടെ ഫസ്റ്റ് സൈഡ് പറഞ്ഞതായിരുന്നു. ഇറ്റ് ഈസ് നോൺ ആസ് ക്ലാസിക്കൽ മെത്തേഡ്. വൈ ഇറ്റ് ഈസ് നോൺ ആസ് ക്ലാസിക്കൽ മെത്തേഡ്? ബിക്കോസ് ദ എയിം ഓഫ് ദിസ് ട്രാൻസ്ലേഷൻ, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഇസ് ടു ടീച്ച് classical languages such as Latin and Greek. മറന്നുപോയത്. Grammar translation method does not encourage learning through mother tongue, give importance to grammar, enhance the student's communicative skill, enable the student to use the language fluently. Does not ആണ്. ഇത് ഒറ്റ വായനത്തിന് സിമ്പിളായിട്ട് കിട്ടും. ഡിയോ? ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. സി ആയും വരാം, ഡി ആയിട്ടും വരാം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് വരും? എക്സാമിന് വരും. പക്ഷെ അന്ന് കൊടുത്തത് സി ആയിരുന്നു. കാരണം എനേബിൾഡ് സ്റ്റുഡൻറ്റ് ടു യൂസ് ലാംഗ്വേജ് ഫ്ലുവൻലി, അതൊരിക്കലും അതിൻ്റെ ഒരു ഫീച്ചർ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഫ്ലുവൻസി അവിടെ ഇല്ല. പക്ഷെ അന്ന് ഇത് ടെറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അന്ന് ടെറ്റിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ചിലപ്പോൾ അവർ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ കൊണ്ടുപോകും ചെയ്യും കേട്ടോ. ഇൻ GTM ഗ്രാമർ ഈസ് ടോട്ട് ഇൻഡക്റ്റീവ്ലി, ഡിഡക്റ്റീവ്ലി ഫ്രം എക്സാമ്പിൾ ബൈ കമ്പയറിംഗ് വിത്ത് മദർ ടങ്. ഡിഡക്റ്റീവ്ലി ആണ് കൊടുത്തിട്ടുണ്ട്. വൈ അപ്പോൾ ഒന്നും ഡി എന്തുകൊണ്ടാവാത്തത്? ബൈ കമ്പയറിംഗ് വിത്ത് മദർ ടങ് അതുകൊണ്ട് എന്താവാത്തത്? കാരണം ക്വസ്റ്റ്യനിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കുട്ടികളെ ഗ്രാമർ പഠിപ്പിക്കുന്നത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബൈ ഡിഡക്റ്റീവ്ലി ആണ്. ഓർത്ത് വെക്കാം കേട്ടോ. ദ GTM മെത്തേഡ് ഡസ് നോട്ട് പേ അറ്റൻഷൻ ടു ദ ടീച്ചിങ് ഓഫ്.
അതിൽ ബാക്കി 3 പോയിന്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും മാത്രമേ ഞാൻ പറയാത്തുള്ളൂ അതിൽ. Pronunciation. Very good. GTM focus on translating from TL to L1, constant review on drills of TL, focus on learning rules of the language and working with text, all of the above. മേമേം പറഞ്ഞൂടെ? ബാക്കിയൊന്നുമില്ല ഇപ്പം അതിൽ, അത് ഒറ്റ മാത്രമേ ഉള്ളൂ. All of the above answer. Which of the following is an advantage of GTM? Which of the following is an advantage of GTM? Promotes meaningful acquisition of target language, able to communicate with others. Students have background information to produce grammatically correct sentences, all of the above. ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എയും സിയും മാത്രമേ ഉള്ളൂ. പക്ഷേ എയും സിയും കറക്റ്റ് ആൻസേഴ്സ് ആയതുകൊണ്ട് ബിയും എന്ത് വരും, അതിൽ അണ്ടറിൽ വരും. സോ അഡ്വാൻറ്റേജ് ഓഫ് GTM പ്രൊമോട്ട് മീനിങ് അക്വസിഷൻ. സോറി അതിൽ വരില്ല. എ വരില്ല, സി മാത്രമേ വരുള്ളൂ. ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ് എന്തായാലും അല്ല. ഫസ്റ്റ് വൺ പ്രൊമോട്ട്സ് മീനിങ് ഫുൾ അക്വസിഷൻ ഓഫ് ടാർഗറ്റ് ലാംഗ്വേജ്. നമ്മൾ മീനിങ് ഫുൾ ആയിട്ടാണ് ഈ സാധനം പഠിക്കുന്നത്. ടാർഗറ്റ് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നതാണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ സി ആൻസർ വരാം. A disadvantage of using the grammar translation method: students are able to learn language easily. Students are engaged on task, teacher centered, none of the above. Teacher centered. Very good. അതന്നെ. Which type of classroom activities would teacher use in the classroom if students are instructed according to GTM? Grammar drills, translation of reading passage into target language, conjugation of verbs, all of the above. കോൺജുഗേഷൻ ഓഫ് വെബ്സ് പറഞ്ഞാൽ വെബ്സ് പഠിപ്പിക്കുന്നതാണ്. ഗ്രാമർ ഡ്രിൽസ് അല്ല, അതിലെല്ലാം വരും. ഗ്രാമർ ഡ്രിൽസ് വരും, ട്രാൻസ്ലേഷൻ വരും, കോൺജുഗേഷൻ ഓഫ് വെബ്സും വരും. ഇൻ GTM ഇവാലുവേഷൻ വിൽ ബി ഡൺ. In GTM evaluation will be done by, there is no formal evaluation, test on distinguish between words in a minimal pair, written test on translation from native language to other language, vice versa, by teachers, observation of students performance. ഏതാ? ഇതൊക്കെ സിമ്പിളായിട്ട് പറയാവുന്ന ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യാനില്ല ഇപ്പോൾ അതിൽ. ഇതിലേതാ? ഓപ്ഷൻ സി ആണ് കേട്ടോ. റിട്ടൺ ടെസ്റ്റ് ഓൺ ട്രാൻസ്ലേഷൻ ഫ്രം നേറ്റീവ് ലാംഗ്വേജ് ടു അതർ ലാംഗ്വേജ്. ഞാൻ അതിനും കൂടി നേരത്തെ, അതായത് ഒരു ടെക്സ്റ്റിന് കുട്ടികൾക്ക് എങ്ങനെ എക്സാം നടത്തുന്നത് എങ്ങനെയാണ്, ഒരു മലയാളത്തിലൊരു ടെക്സ്റ്റ് കൊടുക്കും, അത് എന്തിലേക്ക് മാറ്റാൻ, ഒരു ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് മാറ്റാൻ. അങ്ങനെ ഇവർക്ക് എന്തുള്ളത്, അവർക്ക് ടെസ്റ്റുകൾ ഇത് നടത്താറുള്ളത്. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് ടെക്നിക് യൂസ്ഡ് ഇൻ ദിസ് മെത്തേഡ്? റോൾ പ്ലേ, cognates. Cognates are a type of memorization, translation. പെട്ടെന്ന് പറയും. Cognation I told you is already a type of another memorization technique. നമ്മൾ ഈ ഡിക്റ്റേഷൻ എന്ന് പറയില്ല, അങ്ങനെ സാധനമാണ് കോഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റോൾ പ്ലേ കേട്ടോ. റോൾ പ്ലേ അല്ല ഇതിലൊക്കെ വരുള്ളൂ. നിങ്ങളുടെ മൈൻഡ് ഉപയോഗിക്കുക മക്കളെ. ഹൗ ഈസ് മീനിങ് ഈസ് മെയ്ഡ് ക്ലിയർ ടു സ്റ്റുഡൻസ് ഇൻ ദിസ് മെത്തേഡ്? ഹൗ ഈസ് മീനിങ് ഈസ് മെയ്ഡ് ക്ലിയർ ടു സ്റ്റുഡൻസ് ഇൻ ദിസ് മെത്തേഡ്? ത്രൂ എക്സാമ്പിൾസോ? ഇതിലിവിടെ എക്സാമ്പിൾസ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ MT ഇക്വലൻസ്, അതായത് മദർ ടങ് ആയിട്ടുള്ള അതിന് മദർ ടങ്ങിന് അതിൽ എന്താണ് കൊടുക്കുന്നത് അത് പറഞ്ഞിട്ട്. വിച്ച് ഈസ് നോട്ട് എ ഗോൾ ഓഫ് GTM? Which is not a goal of GTM? To appreciate literature. To appreciate literature. അത് മാറിയതാട്ടോ. To appreciate literature എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. Which areas of language are focused in GTM? Which areas of language are focused in GTM? Grammar and vocabulary. Grammar and vocabulary. Very good.
In that grammar translation method, the teaching of language starts with the teaching of reading, writing, speaking proficient. തുടങ്ങുന്നത് എങ്ങനെയാ? റീഡിംഗ് അല്ലേ? The out in the grammar translation method attempts to teach by English by rules, skill, function, use. റൂൾസ്. വെരി ഗുഡ്. അപ്പോൾ കഴിഞ്ഞു കേട്ടോ. എത്രയാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ചോദിച്ചിട്ടുള്ള മുൻകാല ചോദ്യങ്ങൾ? കേട്ടറ്റിന് ചോദിച്ചിട്ടുള്ള മുൻകാല ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ, വേറെ ചോദിച്ചിട്ടില്ല. അടുത്ത ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞതാ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് നാച്ചുറൽ മെത്തേഡ് ഓർ ദ റിഫോംഡ് മെത്തേഡ് ഓർ ഓറൽ മെത്തേഡ്. ഇത് മൂന്നും അറിയപ്പെടുന്നുണ്ട് ഈ സാധനത്തെ. അതായത് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൻ്റെ ഇത് നമ്മുടെ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു കുറവുകൾ പരിഹരിക്കാൻ വേണ്ടി കണ്ടെത്തിയൊരു മെത്തേഡായിരുന്നുണ്ട് ഡയറക്റ്റ് മെത്തേഡ്. ഇതിൻ്റെ മെച്ചം എന്താ വെച്ചാൽ ഇവരെന്ത് ചെയ്യില്ല, ടാർഗറ്റ് ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്യുള്ളൂ. ഇവരെന്ത് യൂസ് ചെയ്യില്ല, മദർ ടങ് ഒരിക്കലും ഇവർ യൂസ് ചെയ്യില്ല. ഒറിജിനേറ്റഡ് അറൗണ്ട് ഇൻ 1900s, ആൾട്ടർനേറ്റീവ് ടു ദി GTM. അതായത് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആൾട്ടർനേറ്റീവ് വന്നൊരു മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയപ്പെടുന്ന ഈ മെത്തേഡ്. ഇൻട്രൊഡക്ഷൻ ടു ഫോണറ്റിക്സ് ഫോർ നേറ്റീവ് ലൈഫ് പ്രൊഫഷൻസി, സ്പോണ്ടേനിയസ് യൂസ് ഓഫ് ദി ലാംഗ്വേജ്. അവിടെ ഇവർ വെറും ഗ്രാമർ റൂൾസ് മാത്രം പഠിപ്പിച്ചു. ഇവിടെ അവരെന്താ കൊടുത്തത്, ദേ എൻകറേജ് ദ സ്റ്റുഡൻസ് ഓഫ് പ്രൊഫിഷ്യൻസി. അതായത് ഇവർ കൊടുത്തൊരു ഏരിയ, ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്ത ഏരിയ പ്രൊഫിഷ്യൻസിക്കായിരുന്നു. അതായത് യൂസ് ഓഫ് ലാംഗ്വേജ് ഇവരെന്തത് ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. നോ ട്രാൻസ്ലേഷൻ ആൻഡ് ലിറ്റിൽ ഗ്രാമർ അനാലിസിസ്. ഇവരെന്തെങ്കിലും ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് ഗ്രാമർ അനാലിസിസ് ഇവിടെ കൊടുത്തിട്ടില്ല. ഇവരെന്താണ്, നോ ട്രാൻസ്ലേഷനും ഇല്ല, ഗ്രാമർ അനാലിസിസും ഇല്ല. ബേസ്ഡ് ഓൺ ദ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദി സ്റ്റുഡൻറ്റ്, ലോഡ്സ് ഓഫ് ഓറൽ ഇൻട്രാക്ഷൻ. ഇവരെന്ത് ചെയ്യും, കുട്ടികളായിട്ട് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, ടാർഗറ്റ് ലാംഗ്വേജ് സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് എന്ത് ചെയ്യും, കുട്ടികളെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാണ് അവർ ചെയ്തിട്ടുള്ളത്. മീനിങ്സ് ത്രൂ ഒബ്ജക്ട്സ് കോണ്ടെക്സ്റ്റ് വിഷ്വലൈസേഷൻ. ഇവർ കുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ എക്സാമ്പിൾ, ഇഫ് ദേ വാണ്ട് ടു ടീച്ച് വാട്ട് ഒരു എലിഫൻറ്റിനെ പഠിപ്പിക്കുക വിചാരിച്ചോ. ഇവരെന്ത് ചെയ്യും, ഇവർ എലിഫൻറ്റിന് അവരുടെ ടാർഗറ്റ് ലാംഗ്വേജിലുള്ള പേര് പറയാതെ ഇവരെന്ത് പറയും, അത് മദർ ടങ്ങിലുള്ള പേര് പറയാതെ അവരെന്ത് പറയും, ഇവർ കാണിച്ചു കൊടുത്തിട്ട് ഇറ്റ് ഇസ് എൻ എലിഫൻറ്റ് എന്ന് പറയും. അപ്പോൾ കുട്ടിക്ക് ഐഡിയ കിട്ടും, അത് എലിഫൻ്റ് ആണ് എന്നുള്ള ഐഡിയ കുട്ടിക്ക് അപ്പോൾ കിട്ടും. അപ്പോൾ അവരെന്തോ ഉപയോഗിച്ചത്, വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഒബ്ജക്ട്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് പഠിപ്പിച്ച് വിളിക്കുന്നത്. അതിന് അങ്ങനെ ഒരു ഇതാണ് അവർ ഉപയോഗിച്ചത്. ബിക്കോസ് ദേ കാൺട്ട് യൂസ് മദർ ടങ് ഫോർ ടീച്ചിങ് പർപ്പസ്. ഫോക്കസ് ഓൺ ക്വസ്റ്റ്യൻ ആൻസർ പാറ്റേൺസ്. ഇവർ ജസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും, കുട്ടികൾ ക്വസ്റ്റ്യൻ ചോദിക്കും, കുട്ടികൾ ആൻസർ സ്വീകരിക്കും. അങ്ങനെ ഒരു പാറ്റേൺ അവർ പോയിട്ടുണ്ടായത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിൻ്റെ ക്ലാസ് ലാംഗ്വേജ് ടീച്ചിങ് അപ്രോച്ച് ദാറ്റ് എംഫസൈസ് ഇൻ യൂസ് ഓഫ് ടാർഗറ്റ് ലാംഗ്വേജ് ഇൻ ദ ക്ലാസ് റൂം. ദ ഗോൾ ഈസ് ടു ക്രിയേറ്റ് ആൻ ഇമ്മേഴ്സീവ് environment in which students learn the language by using it to communicate by the teacher and their peers. പറഞ്ഞാൽ അപ്പുറത്തേക്കൊന്നും പറയാനില്ല കേട്ടോ. ഫോക്കസ് ഓൺ എവരിഡേ വൊക്കാബുലറി ആൻഡ് സെൻറ്റൻസസ്. ഇവർ ഫോക്കസ് കൊടുത്തൊരു ഏരിയ എന്തായിരുന്നു, എവരിഡേ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറേ വേർഡ്സുകളുണ്ടാവും, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറേ വേർഡ്സുകൾ നടക്കണം. അതിന് ഇവർ എന്ത് കൊടുത്തത്, ഇമ്പോർട്ടൻസ് ഇവർ കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫോക്കസ് ഓൺ എവരിഡേ വൊക്കാബുലറി ആൻഡ് സെൻറ്റൻസസ്, ഡെവലപ്പ് കമാൻഡ് ഓൺ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇവർ പഠിപ്പിച്ച ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയതുകൊണ്ട് ഇവർ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ആ ഒരു കമാൻഡ് ആണ് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫോളോസ് മാക്സിമം സിമ്പിൾ ടു കോംപ്ലക്സ് ആൻഡ് കോൺക്രീറ്റ് ടു എബ്സ്ട്രാക്റ്റ്. ഇവർ സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള കാരണം ആദ്യം സിമ്പിൾ നമ്മൾ പഠിപ്പിച്ചു, പിന്നെ കോംപ്ലക്സ് സൈഡിലേക്ക് പോയി. അതായത് ഫസ്റ്റ് പഠിപ്പിക്കുന്ന വേർഡ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ സിമ്പിൾ വേർഡ്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുറച്ച് എന്ത് ചെയ്തു, കോംപ്ലക്സ് വേർഡുകളിലേക്ക് പോയി. Then what is the concrete to abstract? First they will show them some concrete objects and visual aids. After that they will go to abstract ideas. And history നോക്കുകയാണെങ്കിൽ in 20th Europe a movement to bring reforms. So teachers disappoint in many students' ability. അതായത് കുട്ടികളുടെ ഒരു എബിലിറ്റിയിൽ ടീച്ചേഴ്സിന് വിശ്വാസം ഇല്ലാണ്ടായിപ്പോയി. വെറും ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് മാത്രം പക്ഷേ കുട്ടികളെ കാര്യമില്ല ബോധം ആർക്ക് വന്നു, ടീച്ചേഴ്സിന് വന്നു. സോ ദേ വാണ്ട് ടു റിഫോം ദ മെത്തേഡ്. ദാറ്റ്സ് വൈ ദേ ഹാവ് found a new method. It was founded by Gwyn എന്ന് പറയുന്ന ഒരാളെന്ന് കണ്ടെടുത്തോ. Gwyn and others try to develop a scientific method. ഗ്വിന്നും വേറെ കുറച്ച് ആൾക്കാരും കൂടെ എന്ത് ചെയ്ത് ഈ മെത്തേഡ് അവർ ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജർമ്മനി ആൻഡ് ഫ്രാൻസ് അറൗണ്ട് 1900. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എവിടെയാണ്, ഫ്രാൻസിലും അതുപോലെ തന്നെ ജർമ്മനിയിലുമാണ് ഈ സാധനം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ആദ്യമായിട്ട്. ഫേമസ് സപ്പോർട്ടർ ജർമ്മൻ മാക്സിമിലിയൻ ബെർലിറ്റ്സ് ചെയിൻ ഓഫ് പ്രൈവറ്റ് ലാംഗ്വേജ് സ്കൂൾസ്. അതായത് ഇതിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത് ആരാണ്, ഫേമസ് സപ്പോർട്ടർ ജർമ്മൻ മാക്സിമിലിയൻ ബെർലിറ്റ്സ്. ജർമ്മൻകാരനായ മാക്സിമിലിയൻ ബെർലിറ്റ്സ് ആണ് ഇതിൻ്റെ ആൾ. അയാളുടെ കുറേ സ്കൂൾ ഇപ്പോഴും അയാളുടെ സ്കൂൾ നിലവിലുണ്ട് കേട്ടോ. നമ്മൾ ജർമ്മനിയിൽ പോയാൽ, ജർമ്മനി മാത്രമല്ല അമേരിക്കയിലൊക്കെ അയാളുടെ സ്കൂളുകൾ നിലവിലുണ്ട്. അവിടെയൊക്കെ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണ്, ഈ ഒരു മെത്തേഡ് വെച്ചാൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ലാംഗ്വേജ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല.
സ്ട്രാറ്റജീസ് റീഡിങ് അലൗഡ്, കുട്ടികളുടെ ഉച്ചത്തിൽ വായിക്കുന്നു. ദെൻ ക്വസ്റ്റ്യൻ ആൻസർ എക്സസൈസ് ഉണ്ടാവും. ദെൻ സെൽഫ് കളക്ഷൻ ഉണ്ടാവും. കോൺവെർസേഷൻ പ്രാക്ടീസ് ഉണ്ടാവും. ഫിൽ ഇൻ ദ ബ്ലാങ്ക് സൈസ് ഉണ്ടാവും. ഡിക്റ്റേഷൻ ആൻഡ് പാരഗ്രാഫ് റൈറ്റിംഗ് ഒക്കെ എന്ത് വരും, ആ ഒരു ഇതിലൊക്കെ സെക്ഷൻ വരും. മെറിറ്റും ഡിമെറിറ്റും നോക്കുകയാണെങ്കിൽ നാച്ചുറൽ മെത്തേഡ് L2 ഈസ് ലേൺ ജസ്റ്റ് ലൈക്ക് ലേണേഴ്സ് എസ് L1. അതായത് ഈ കുട്ടി ടാർഗറ്റ് ലാംഗ്വേജ് പഠിക്കുന്നത് എങ്ങനെയാണ് കുട്ടി ലാംഗ്വേജ് മദർ ടങ് പഠിച്ചത് അതുപോലെ തന്നെ, അതായത് കുട്ടി മദർ ടങ് പഠിക്കുന്നത് എങ്ങനെയാണ്, കേട്ടിലാണ് കുട്ടി മദർ ടങ് പഠിക്കുന്നത്, അതുപോലെ തന്നെ കേട്ടിട്ട് തന്നെയാണ് കുട്ടി പഠിക്കുന്നത് ഈ ടാർഗറ്റ് ലാംഗ്വേജും പഠിക്കുന്നത്. ഫ്ലുവൻസി ഓഫ് സ്പീച്ച് ഇൻ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് നമ്മൾ അക്യുറസിക്ക് ആയിരുന്നു ഇമ്പോർട്ടൻറ്റ്. ഇവിടെ എത്തിയപ്പോൾ എന്തായി, ഫ്ലുവൻസിക്കായി അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇത് ഇംപ്രൂവ്സ് പ്രൊനൗൺസിയേഷൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇവിടെ കുട്ടികൾക്ക് കൊടുത്തു തന്നവർ. ദെൻ ഫെസിലിറ്റീസ് ദ സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ പഠിക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ എന്തെങ്കിലും കുട്ടികൾക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. AV എയ്ഡ്സ് ടു മേക്ക് ലേണിംഗ് ഈസിയർ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. ഇവർ കുറേ AVകളൊക്കെ ഉപയോഗിച്ചു. അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, കുറച്ചും കൂടി പഠിക്കാൻ പറ്റി കുറച്ചും കൂടി. എൻകറേജസ് തിങ്കിങ് ആൻഡ് എക്സ്പ്രഷൻ ഇൻ ടാർഗറ്റ് ലാംഗ്വേജ്. ഇവരെന്ത് ചെയ്തു, ഇവർ തിങ്കിങ് കപ്പാസിറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു ഉയർത്താൻ വേണ്ടി ഇവർ ഉപയോഗിച്ച മെത്തേഡ് എന്തായിരുന്നു, എക്സ്പ്രഷൻ ടാർഗറ്റ് ലാംഗ്വേജ്. ഇവർ ഇപ്പോൾ എന്തെങ്കിലും ചിന്തിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എക്സ്പ്രസ് ചെയ്യണമെങ്കിലോ ഒക്കെ ഇവരെന്ത് പഠിപ്പിച്ചു, ടാർഗറ്റ് ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു. ദെൻ ഡെവലപ്സ് ലാംഗ്വേജ് സെൻസ്, ആംബിൾ സ്കോപ്പ് ഫോർ ആക്ടിവിറ്റി, ടീച്ചിങ് എയ്ഡ്. ഡിമെറിറ്റും ജസ്റ്റ് നോക്കുക. ഡസ് നോട്ട് വർക്ക് വിത്ത് ലോവർ ക്ലാസ്സസ്. ഇത് പറ്റില്ല, ചെറിയ കുട്ടികൾ ക്ലാസ് പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം ബിക്കോസ് ദേ ആർ നോട്ട് ഏബിൾ ടു കോംപ്രഹെൻഡ് ദി ടാർഗറ്റ് ലാംഗ്വേജ് അല്ലേ. അവർക്ക് ഒരിക്കലും ഇത് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരുന്നില്ല ഈ ടാർഗറ്റ് ലാംഗ്വേജ് എന്നത്. റീഡിങ് ആൻഡ് റൈറ്റിംഗ് സാക്രിഫൈസ്ഡ് ഫോർ സ്പീച്ച്. ഇവിടെ എന്ത് ചെയ്തു, റീഡിങ്ങും റൈറ്റിങ്ങും എന്തിനു വേണ്ടി ചെയ്തു, സ്പീച്ചിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, സാക്രിഫൈസ് ചെയ്തു. ബിക്കോസ് ദേ ആർ നോട്ട് ഫോക്കസ് ടു വാട്ട്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. റീഡിങ്ങും റൈറ്റിംഗും എന്ത് കൊടുത്തില്ലായിരുന്നു, ഫോക്കസ് കൊടുത്തില്ലായിരുന്നു. ഓൺലി ദേ ഹാവ് ഗിവൺ ദ ഫോക്കസ് ടു വാട്ട്, റീഡിങ്ങിന് മാത്രം, ലിസണിങ്ങും സ്പീക്കിംഗ് മാത്രം എന്ത് കൊടുത്തിട്ടാണല്ലോ ഒരു ഫോക്കസ് ചെയ്യുന്നത്. മറ്റൊരു എന്തിനു കൊടുത്തു, റീഡിങ്ങും റൈറ്റിംഗ് മാത്രം മറ്റൊരു ഫോക്കസ് കൊടുത്തു. ബട്ട് ഇൻ ദിസ് കേസ് ദേ ഹാവ് ഗിവൺ ദ ഫോക്കസ് ടു റീഡിങ് ആൻഡ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് മാത്രമേ ഇവർ ഫോക്കസ് കൊടുത്തത്. അപ്പോഴും ഇവർ 100 സ്കിപ്പ് ചെയ്തു, മറ്റൊരു 100 സ്കിപ്പ് ചെയ്തു. എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ്. ഭയങ്കര എക്സ്പെൻസീവ് ആണ് ആൻഡ് ടൈം കൺസ്യൂം. വൈ ഇസ് കോൾഡ് എക്സ്പെൻസീവ്, ബിക്കോസ് മോഡൽസ് ഒക്കെ ഉണ്ടാക്കണം, അതുപോലെ റെഗുലർ ഒബ്ജക്ട്സ് ഒക്കെ വാങ്ങി കുറച്ച് പൈസ ചിലവുകളാണ്, അത് ടൈം കൺസ്യൂമിങ് ആണ് സാധനം. നെക്സ്റ്റ് വൺ, റിക്വയർസ് എ സ്മോൾ സൈസ് ക്ലാസ് റൂം, ക്ലാസ് ആൻഡ് വെൽ ക്വാളിഫൈഡ് ടീച്ചേഴ്സ്. നമുക്ക് എന്ത് വേണം, നല്ല ക്വാളിഫൈഡ് ടീച്ചേഴ്സ് വേണം. ആൻഡ് ഓൾസോ ഒരു കുറച്ച് അല്ലാതെ ഓവർ കുട്ടികളുടെ ക്ലാസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സാധനം നമുക്ക് അപ്ലിക്കബിൾ അല്ല. യൂസിങ് ഓൺലി ടാർഗറ്റ് ലാംഗ്വേജ് എക്സ്പ്ലെയിൻ വൊക്കാബുലറി ഈസ് ലൈക്ക് പെർഫോമിംഗ് വെർബൽ ജിംനാസ്റ്റിക്സ്. നമ്മൾ ഒരു സാധനം കുട്ടികൾ പഠിപ്പിക്കുമ്പോൾ അത് നമ്മളെ ടാർഗറ്റ് ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ വാശി പിടിച്ച വിഷയം എന്താണ്, കുട്ടികളെ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ ഒരുപാട് ജിംനാസ്റ്റിക് ഒക്കെ ചെയ്യേണ്ടി, ജിംനാസ്റ്റിക് പറഞ്ഞാൽ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു സാമ്പിൾ നമ്മൾ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ആക്ഷൻ പറഞ്ഞു കൊടുക്കുകയാണ്, ജമ്പിങ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ജമ്പ് കാണിച്ചു കൊണ്ടു വരും. നമ്മൾ എന്തെങ്കിലും ആക്ഷൻസ് പഠിപ്പിക്കാൻ എന്തെങ്കിലും നമ്മൾ ചെയ്ത് കാണിച്ചു കൊണ്ടു വരും. നമുക്ക് വി കാൻറ്റ് യൂസ് മദർ ടങ്. ഓക്കെ, അങ്ങനെ വിഷയങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പറഞ്ഞത്. ഓൾ ദ വേർഡ്സ് ക്യാൻ നോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ്. അങ്ങനെ എല്ലാ വേർഡ്സും ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ ഐഡിയ ഇതിലൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത വേർഡുകളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ സമ്മറി. When 19 to 1930s approximately, some limited use into 1970s. Focus everyday spoken language ആയിരുന്നു ഫോക്കസ് കൊടുത്തിട്ടുണ്ടായത്. Characteristics എന്ന് പറയുമ്പോൾ യൂസ് ഓഫ് ടാർഗറ്റ് ലാംഗ്വേജ് ഓൺലി. സ്റ്റുഡൻസ് ലേൺ ബൈ അസോസിയേറ്റിംഗ് മീനിങ് ഓർ ഡയറക്റ്റ് ഇൻ ഇംഗ്ലീഷ്. സപ്പോർട്ടേഴ്സ് മാക്സിമിലിയൻ ബെർലിറ്റ്സ്, കോൾ, ആൽബർട്ട് ക്രൗസ്, ഫ്രാൻഗോയിസ്, ഗ്വിന്നാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ, മറന്നു പോകാതെ. ഗ്വിന്നാണ് ഇമ്പോർട്ടൻ്റ് ആള്. ഇനി അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് നോക്കാം. പറയും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താ, which of the following is not true of direct method? പറയൂ. ഗ്രാമർ is taught deductively അല്ലേ. ഇവിടെ എന്തായിരുന്നു, ഇവിടെ ഗ്രാമർ പഠിപ്പിക്കുന്നേ ഇല്ല, പിന്നെ ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. which of the following is not a merit of direct method of teaching? which of the following is not a merit of direct method of teaching? പെട്ടെന്ന് പറഞ്ഞു, സമയമില്ല, നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. പെട്ടെന്ന് പറയും മക്കളെ, എന്താണ് ഇങ്ങനെ ലേറ്റായി കളിച്ചു കൊടുക്കുന്നത്. Which of the following is not a merit of direct method of teaching? It requires small size of classroom. Not a merit ആണ്. Use of AV aids to
എ അല്ലേ, മെറിറ്റ് അല്ലാത്ത എ ഡീമെറിറ്റ് അല്ലേ? സ്മോൾ സൈസ് ഓഫ് ക്ലാസ് റൂം ഡീമെറിറ്റ് അല്ലേ? ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന് മെറിറ്റ് അല്ലാത്തത്, ഇതിന് മെറിറ്റ് അല്ലാതെ ഒറ്റ മാത്രമേ ഉള്ളൂ. ഇറ്റ് റിക്വയർസ് എ സ്മോൾ സൈസ് ഓഫ് ക്ലാസ് റൂം. നമുക്ക് എന്താ പറ്റില്ല, ഒരു ഹെറ്ററോജനസ് ക്ലാസ്സിൽ വലിയ ക്ലാസ്സിൽ മുന്നേ വലിയ സാധനം ഏറ്റവും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, സോ ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് വാട്ട്? ഇറ്റ് റിക്വയർസ് എ സ്മോൾ സൈസ് ഓഫ് ക്ലാസ് റൂം. ദാറ്റ്സ് എ ഡീമെറിറ്റ്. One of the important principles of direct method is പറയൂ. One of the important principles of direct method is classroom teaching should be done in target language only. Both the home language and target language is used in the classroom. Literature should be the major focus. Students in the classroom only listen to the teacher's lecture. ഇതൊക്കെ ആലോചിക്കാൻ പറ്റുന്നത് ഓപ്ഷൻ ബി, ഓപ്ഷൻ എ. അത്ര ആലോചിക്കാനില്ലല്ലോ. പിന്നെ ആലോചിക്കുന്നതിനാ? ബാനിഷ്മെന്റ് ഓഫ് മദർ ടങ് ഇൻ ദ ക്ലാസ് റൂം ടേക്സ് പ്ലേസ് ഇൻ. മദർ ടങ് ഒഴിവാക്കിയ ഇത് മെത്തേഡിലാ? ഡയറക്റ്റ് മെത്തേഡ്. അടുത്ത ഡയറക്റ്റ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് natural method. Okay. The objective of direct method is remember it. To develop native language. To develop native like proficiency in target language. Native like proficiency ആയതാണ് ഉദ്ദേശം. Direct method of teaching foreign language is called so because Language is taught directly without the help of mother tongue. Language is taught directly without the help of mother tongue. Very good. Which of the following techniques are used in direct method? Which of the following techniques are used in direct method? Reading aloud, conversation practice, and fill in the blanks. Translation, drilling and fill in the blanks. Dictation, cognates, and map drawing. ഇതിപ്പോൾ എൻ്റെ മാത്രം നോക്കാനിപ്പോൾ ഫസ്റ്റ് എ. Which are the features of direct method? Which are the features of direct method? Reading aloud, conversation practice. Huh? ഇതിൽ ഏതാ വരുന്നത്? All of the above അല്ലേ വരിക? The direct method emphasizes the value of dash training in learning a foreign language. Oral, mentally, physically, none. Oral. The objective of direct method is Command over the target language. അടുത്തത് ബൈലിംഗ്വൽ മെത്തേഡാണ്. ബൈലിംഗ്വൽ മെത്തേഡ് അഡ്വാൻറ്റേജസ്. ബൈലിംഗ്വൽ മെത്തേഡ് അല്ലെങ്കിൽ നാടക്കാം ഇന്ന് വയ്യനി. അപ്പോൾ നമുക്ക് ഇന്ന് രണ്ട് മെത്തേഡ് എടുത്ത് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡും ഡയറക്റ്റ് മെത്തേഡും കേട്ടോ. അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. അതേപോലെ ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ സ്ലൈഡ് ഓൾറെഡി മുന്നേ ഗ്രൂപ്പ് ഷെയർ ചെയ്ത സാധനമാണ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കും കൂടെ ചെയ്യാം കേട്ടോ. ലേറ്റ് ആക്കേണ്ട ഇനി നാളേക്ക് വെക്കാനില്ല. ഇന്ന് നാളെയും ക്ലാസ് ഉണ്ടാവും, ഡെയിലി ക്ലാസ് ഉണ്ടാവും. അപ്പോൾ നാളെ നമുക്ക് ഒരു 4 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഈ സെക്ഷൻ തീർക്കണം. 4 ദിവസം വേണ്ട, 2 ദിവസം കൊണ്ട് നെഞ്ചിപ്പത്തിലാകാൻ നോക്കാം. ബൈലിംഗ്വൽ മെത്തേഡ് നോക്കാണ്ട്, സൈലൻറ്റ് വേ, പിന്നെ സാൻഡ്വിച്ച് മെത്തേഡ് കുറച്ച് നോക്കാവുള്ളൂ നമുക്ക്. കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സെക്ഷൻ എടുത്തേക്കാം, പിന്നെ ലിറ്ററേച്ചർ തന്നെ പോവാം. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഇന്ന് 2 മെത്തേഡ് നമ്മൾ നോക്കി, 2 മെത്തേഡും കറക്റ്റ് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ഒഴിവിടുന്ന സമയത്ത് ഇതൊരു 500 സ്ലൈഡിലൊരു ഒരു ഇതാണിത്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം HSS ഉണ്ടാക്കിയ സിലബസാണ്. HSA പഠിപ്പിക്കാൻ ഉണ്ടാക്കിയ സാധനമാണ്. പക്ഷേ പഠിപ്പിക്കാൻ പറ്റില്ല, ടൈമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതേപോലെ അതിന് മാത്രം ഉണ്ടാക്കിയതല്ല, ഞാൻ BEd പഠിപ്പിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സാധനം യൂസ്ഫുള്ളാണ്. ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നമുക്ക് BEd പഠിക്കുന്ന സമയത്ത് അതിന് ഉപയോഗിക്കാൻ പറ്റിയ സ്ലൈഡാണിത്. അതിൽ ഉപയോഗിക്കാൻ പറ്റിയ നോട്ടുകളാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഈ സാധനം ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ സാധനം പുറത്ത് ഷെയർ ചെയ്തത് അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ കേട്ടോ.
നാളെ കാണാം. ശരി. PG ഉള്ളവർ കേട്ടിട്ട് എഴുതണം. ആ പി ജി പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ അല്ലേ, അല്ലാണ്ട് കേട്ടറ്റ് സെറ്റ് എന്ന് പറഞ്ഞ ഒരു ക്വാളിഫൈങ് എക്സാമാണ്. കേട്ടറ്റ് സെറ്റ് നെറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടറ്റ് പഠിപ്പിച്ചാൽ കേട്ടറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, സ്കൂളിൽ പഠിപ്പിക്കാൻ പോവാം. സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹയർ സെക്കൻഡറി പഠിപ്പിക്കാൻ പോവാണ് അതിൻ്റെ ഒരു ഇത്. പി ജി നമ്മൾ ക്വാളിഫിക്കേഷൻ വരുന്ന സാധനമല്ലേ. പി ജി യു ജി പി ജി PhD ഒക്കെ ഒരു ക്വാളിഫിക്കേഷനാണ്. അതിനർത്ഥം നമുക്ക് അത് പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷനും ആയിട്ടുണ്ട്. പക്ഷേ ഒരു ടെസ്റ്റും കൂടെ നമ്മൾ പാസ്സാവണം, എന്നാലും നമുക്ക് പഠിപ്പിക്കാനുള്ള അംഗീകാരം കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ, അപ്പോൾ നാളെ കാണാം. ബൈ.